പ്രിയമുള്ളവരെ, ഇന്ന് ഏലിയ സ്ലീവ മൂശാക്കാലം രണ്ടാം ഞായറാഴ്ചയാണ്. ഏലിയ സ്ലീവ മൂശാക്കാലത്തിൽ ഈശോയുടെ രൂപാന്തരീകരണവും അവന്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളും രണ്ടാമത്തെ വരവും അന്ത്യവിധിയുമെല്ലാമാണ് നാം ധ്യാനിക്കുന്നത്. ഈശോയുടെ രൂപാന്തരീകരണത്തിന് ശേഷം ഈശോ മലയിൽ നിന്ന് താഴേക്ക് തന്റെ ശിഷ്യരോടൊപ്പം ഇറങ്ങി വരുന്നതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇന്ന് വായിച്ചു കേട്ടു. മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഈശോ ശിഷ്യന്മാർക്ക് ശക്തമായ ഒരു താക്കീത് നൽകുകയാണ്. മലമുകളിൽ നടന്ന കാര്യങ്ങളൊന്നും തന്റെ ഉദ്ധാനം കഴിയുന്നത് വരെ മറ്റാരോടും പറയരുത്, അത് രഹസ്യമാക്കി വെക്കണമെന്ന്. എന്തുകൊണ്ടായിരിക്കണം ഈശോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ഈശോ അപ്പം വർദ്ധിപ്പിച്ച് ജനങ്ങൾക്കെല്ലാം നൽകിയത് കണ്ട് ജനങ്ങൾ ആവേശഭരിതരായി ഈശോയെ തങ്ങളെ രാജാവാക്കാൻ ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയാണ്. ഇത് മനസ്സിലാക്കി ഈശോ പിന്നീട് മലമുകളിലേക്ക് പിന്മാറുന്നതായി നാം വായിച്ചു കാണും. അതായത് ഈശോ ശക്തമായ അടയാളങ്ങൾ കാണിക്കുന്ന സമയങ്ങളിലെല്ലാം ജനം ഇവനാണ് ഇസ്രായേലിന് വരാനിരുന്ന യഥാർത്ഥ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തങ്ങളുടെ നേതാവാക്കാനായി പരിശ്രമിച്ചിരുന്നു. ഇങ്ങനെ സംഭവിക്കുന്നത് റോമും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കാൻ പോലും വഴിവെക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈശോ ഒന്നാമതായി തൻ്റെ ദൈവത്വം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിച്ചത്. രണ്ടാമത്തെ കാരണം, ഈശോ ആഗ്രഹിച്ചിരുന്നു വിശ്വാസത്തിന് ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് തൻ്റെ ഉദ്ധാനമായി തീരണമെന്ന്. യേശുവിന്റെ ഉദ്ധാനമായിരിക്കണം വിശ്വാസത്തിന്റെ മുഴുവൻ അടിസ്ഥാനം. യേശുവിന്റെ ഉദ്ധാനത്തിന്റെ പ്രഭ യേശുവിന്റെ രൂപാന്തരീകരണം കൊണ്ട് മറയ്ക്കപ്പെടരുത് എന്ന നിർബന്ധം യേശുവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തന്റെ ഉദ്ധാനം വരെ ഈ കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കണമെന്ന് യേശു നിർദ്ദേശിച്ചത്. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യവും 14-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യവും ജനത്തിന്റെ വിശ്വാസരാഹിത്യത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈശോ പറയുകയാണ്, വിശ്വാസമില്ലാത്ത തലമുറ അടയാളങ്ങൾ അന്വേഷിക്കുന്നു, എന്നാൽ യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും അതിന് നൽകപ്പെടുകയില്ല. വിശ്വാസത്തെ ഉറപ്പിക്കാനായി യേശു തന്റെ ശിഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അടയാളം താൻ മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ ഉദ്ധാനം ചെയ്തു എന്നതാണ്. തന്റെ ഏറ്റവും വലിയ അടയാളമായി ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചതും തന്റെ മഹത്വപൂർണമായ ഉദ്ധാനത്തെയാണ്. യേശുവിന്റെ രൂപാന്തരീകരണത്തെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗങ്ങൾ വായിക്കുന്നത് മത്തായിയുടെയും മർക്കോസിന്റെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ നിന്നാണ്. എന്നാൽ ഇവർ ആരും തന്നെ യേശുവിനോടൊപ്പം രൂപാന്തരീകരണത്തിന് സാക്ഷികളായിരുന്നില്ല. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന വിശുദ്ധ പത്രോസും യാക്കോബും യോഹന്നാനും ആയിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇത്ര വലിയ ഒരു അടയാളം നേരിൽ കണ്ട ഈ ശിഷ്യന്മാർ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞ പിതാവിന്റെ ഏകജാതന്റേതായ മഹത്വം. എങ്ങനെയാണ് യോഹന്നാൻ യേശുവിന്റെ മഹത്വം ദർശിക്കാൻ അവസരം ലഭിച്ചത്? പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം എന്ന് യോഹന്നാന് വെളിവാക്കി കിട്ടിയത് എപ്പോഴാണ്? തീർച്ചയായും അത് ഈ മലമുകളിലെ രൂപാന്തരീകരണത്തിന്റെ വേളയിലാണ്. ഇവന്റെ വാക്ക് നിങ്ങൾ കേൾക്കുവിൻ എന്ന് പിതാവിൽ നിന്നുള്ള നേരിട്ടുള്ള സ്വരത്തിൽ നിന്നാണ് യോഹന്നാന് ഇത് വ്യക്തമായത്. വിശുദ്ധ പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് വളരെ വ്യക്തമായി പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമാ പ്രഭാവത്തിൽ നിന്ന് അവന്റെ അടുത്തേക്ക് വരികയും ചെയ്തു. സ്വർഗത്തിൽ നിന്നുണ്ടായ സ്വരം ഞങ്ങൾ കേട്ടു, എന്നാൽ ഞങ്ങളും അവനോടുകൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു. ചിലപ്പോഴെങ്കിലും വിശ്വാസത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങളായിരിക്കും നമ്മെ വേട്ടയാടുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ മരിച്ചവരിൽ നിന്നും ഉയർക്കുക എന്നത് എന്താണെന്ന് അവർ ചിന്തിച്ചുകൊണ്ട് ഈ വചന രഹസ്യമാക്കി വെച്ചുവെന്ന് യേശുവിന്റെ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുള്ള സംഭാഷണത്തെക്കുറിച്ച് ശിഷ്യന്മാർ പറയുകയാണ്. യേശുവിന്റെ ഉദ്ധാനത്തിന് ശേഷമാണ് അവന്റെ രൂപാന്തരീകരണത്തിന്റെ അർത്ഥം ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നത്. ഈശോയുടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായി ചില പാഠങ്ങളുണ്ട്. പല കാര്യങ്ങൾക്കും ആ സമയത്ത് വ്യക്തമായ ഉത്തരങ്ങൾ നമുക്കുണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മെ സങ്കടപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായ ഉത്തരങ്ങൾ ലഭിച്ചിരിക്കില്ല. പക്ഷെ എങ്കിലും അതൊക്കെ ദൈവമഹത്വത്തിനായിരുന്നു, നമ്മുടെ ജീവിതത്തിന്റെ നന്മയ്ക്കായി ദൈവം അതൊക്കെ മാറ്റി തീർത്തു എന്ന് തിരിച്ചറിയുന്ന ഒരു സമയം നമുക്ക് വരും. അതെല്ലാം സ്വീകരിക്കപ്പെടുന്ന ആ സമയം വരെ ക്ഷമയോടെ കാത്തിരിക്കുവാൻ നമുക്ക് പറ്റണം. യേശുവിന്റെ 2-ാമത്തെ വരവ് കാത്തിരിക്കുന്ന ജനമാണല്ലോ തിരുസഭ. യേശു രണ്ടാമതും വരുമ്പോൾ
വിശ്വസ്തരായി കാണപ്പെടുന്ന ഭൃത്യർ ഭാഗ്യവാന്മാർ എന്ന് നമ്മളെക്കുറിച്ച് പറയുവാൻ ഇടയാകട്ടെ. നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും തിരുവചനം നമ്മുടെ പാദങ്ങൾക്ക് ശക്തി പകരട്ടെ. ആമേൻ.